അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി എന്ന് വെച്ചാൽ അവർ സ്റ്റോറി ഉണ്ടാക്കിയത് 1650 ഒരാൾ ഉണ്ടാക്കിയതാണ്. അങ്ങേര് സ്റ്റോറി ഉണ്ടാക്കി ഹിസ്റ്ററി എടുത്ത് നോക്കാൻ മറന്നുപോയി. രാമർ ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു ഉടനെ കൈതട്ടാൻ ഒരുപാട് പേരുണ്ട്. മറ്റേ സേവനം ചെയ്യുന്നതാണ്. മുമ്പേക്കാണ് ഒറിജിനൽ സേവനം, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. ഈ ഇതിൽ വന്ന് ഒരു അണ്ടർഗ്രൗണ്ട് ഇത് നടക്കുകയാണ്. ഈ ജീസസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ക്രൂസിൽ അയച്ച് ദേവനെ എന്നെ എന്തുകൊണ്ട് കൈവിട്ടു എന്ന് പറഞ്ഞിട്ട് വിളിച്ച ആളാണ്. അപ്പോൾ അങ്ങേര് ദേവനെ നിങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്തും? ഇതൊക്കെ റിസർച്ച് എന്നുള്ള പേരിൽ അവരുടെ മതത്തെ പുണ്യപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണ്. 630 മരിച്ച നബിയെ 840 കാണാതെ പോയ ഹീറമാൻ പെരുമാൾ എങ്ങനെയാണ് പോയി കണ്ടതെന്നാണ് ചോദിച്ചത്. അതെ, ഞാൻ ഈ പറഞ്ഞ അലക്സാണ്ടർ ജേക്കബ് സാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരം ഗിമിക്കുകൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ജീസസ് ഈസ് ഗ്രേറ്റ്, പ്ലീസ് കൺവേർട്ട്, മനം തിരുമ്പോൾ ജീസസ് ഓൺലി വേ, ഓൺലി ലൈഫ്, നിങ്ങൾ ഇതൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരണമെന്ന് നേരെ പറഞ്ഞാൽ മതി. നമസ്കാരം, അമേസിംഗ് റേയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം കോയമ്പത്തൂർ തിരുമൂല സിദ്ധർപീഠം ശിവയോഗി ശിവരാജൻ അവർകളാണ്. സ്വാമിജി, നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാമിജി നമസ്കാരം. 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 വലിയ സന്തോഷം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമുക്കിങ്ങനെ കാണാൻ പറ്റിയത്. അങ്ങ് പലപ്പോഴും ഭാരതത്തിൽ തന്നെ ഇല്ല, വിദേശ യാത്രകളിലാണ് കൂടുതലും. നമ്മളും ഒരുപാട് ആഗ്രഹിച്ചാണ് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വേണം എന്നുള്ളത്. സ്വാമിജി, ഞാൻ ഇപ്പോൾ ഈ വാളെടുത്തവനെല്ലാം, ഇവിടെ ഒരു പഴമൊഴിയുണ്ട്, വാളെടുത്തവരെല്ലാവരും വെളിച്ചപ്പാടാകുന്ന ഒരു അവസ്ഥയുണ്ട് കേരളത്തിൽ. അതായത് ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിലാണ് അത്തരം ഒരു സാധ്യതയുള്ളത്. അപ്പം എനിക്ക് പലപ്പോഴും തോന്നി അലക്സാണ്ടർ ജേക്കബ് സാറ് പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും അദ്ദേഹം ഇതിൻ്റെ സനാതന ധർമ്മത്തിൻ്റെയും പ്രേതങ്ങളെ കുറിച്ച് അത് നമുക്ക് സംസാരിക്കാം. അത്തരത്തിൽ ആധികാരികമായി അയ്യപ്പനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം മുൻ പോലീസ് മേധാവിയായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വാഭാവികമായിട്ടും ഹിന്ദുക്കളും വിശ്വാസികളെല്ലാവരും ഇരുകൈകൾ നീട്ടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് കേരളത്തിൽ. അപ്പം ഇതിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ളതുപോലെ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. എപ്പോഴും പുള്ളി പറയുന്നതെല്ലാം കറക്റ്റ് ആണോ അന്നും എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങേയായിട്ട് ഞാൻ പേഴ്സണലി സംസാരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്ങനെയല്ല, ഇതിന് പിന്നിൽ ഇന്ന സംഭവങ്ങൾ ഉണ്ടാവാം. എന്താണ് അങ്ങക്ക് തോന്നുന്നത്? അലക്സാണ്ടർ ജേക്കബ് സാർ ഇത്തരത്തിലുള്ളൊരു വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് അങ്ങക്ക് തോന്നുന്നത്? അതായത് അലക്സാണ്ടർ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ റിട്ടയർഡ് ADGP ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. റിട്ടയർഡ് ADGP-നെക്കാട്ടിലും പവർ കൂടിയത് ഒരു വർക്കിംഗ് പോലീസ്മാനാണ്. ലിവിങ് റാറ്റ് ഈസ് ബെറ്റർ ദാൻ എ ഡെഡ് ലയൺ എന്ന് പറയും. ഓക്കെ. അതേമാതിരിയാണ്, ചുമ്മാ അത് പറഞ്ഞു കാണിക്കേണ്ട ആവശ്യമില്ല. ശരി, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്യുന്നു എന്ന് വല്ല ഇത് ഒരു പേരിൽ ഹിന്ദു മതത്തെ ഒരുമാതിരി ചവിട്ടി തയ്ക്കുന്ന ഒരു ഇടപാടാണിത്. അവരുടെ സംസാരങ്ങൾ ഇതും ചില ക്രിസ്ത്യൻസ് ഇവരമാതിരി ചിലവർ നടക്കുന്നുണ്ട്. അത് ഒരു ഈ പഴത്തിൽ സൂചി കയറ്റുന്ന മാതിരി, പഴത്തിൽ സൂചി ഇങ്ങനെ പതുക്കെ കയറ്റുന്ന മാതിരി ഉള്ള വേലയാണിത്. അയ്യപ്പനെ കുറിച്ച് റിസർച്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങേര് ജോലിക്കാരനായിരുന്നു, പെണ്ണിനെ ലവ് ചെയ്ത് വരട്ടിയ ഇതെന്തോന്ന് ഇത് മണികണ്ഠ പ്രഭു എന്ന് പറഞ്ഞ് ഈ പറയുന്നത് അതിൻ്റെ ശ്രീധർമ്മശാസ്താവിൻ്റെ അടുത്ത അവതാരമാണ്. കാട്ടിൽ നിന്ന് എടുത്തതാണ്. ഇതൊക്കെയാണ് ഹിസ്റ്ററി. അപ്പോൾ ഈ പന്തളം രാജ ഹിസ്റ്ററി എന്ന് പറയുന്നത് അത് വളരെ 5000 കൊല്ലത്തിന് മുമ്പുള്ളതൊന്നും അല്ല, 3-4 സെഞ്ച്വറീസ് മുമ്പുള്ളതാണ്. അപ്പോൾ എല്ലാ റെക്കോർഡ് ഹിസ്റ്ററി പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിലാണ് ഇതൊക്കെ നടന്നത്. അപ്പോൾ കാട്ടിൽ കിടന്ന് കഴുത്തിൽ കിടന്ന് മണികണ്ഠൻ പേര് വെച്ചു എടുത്തുകൊണ്ട് വന്ന് ഇതൊക്കെയാണ് നമ്മുടെ ഹിസ്റ്ററിയിലുള്ളത്. അപ്പോൾ അത് അങ്ങനെ വന്ന് പിന്നെ അതിൻ്റെ അപ്പോൾ പ്രിൻസാണ്, രാജാവാണ്, പ്രിൻസ്. അപ്പോൾ പ്രിൻസിനെ ജോലിക്കാരൻ ലവ് ചെയ്ത് അപ്പം മറ്റേ വെറൈറ്റി വന്ന് ഇതൊക്കെ ഇമേജ് ഡാമേജ് ചെയ്യുന്ന ഇക്കണോ ക്ലാസ് എന്ന് പറയും. ഇത് ഇമേജ് ഡാമേജ് ചെയ്യുക, ഹിന്ദു മതത്തിനെ ചവിട്ടി തയ്ക്കുക. അപ്പോൾ ഇതിപ്പം അങ്ങനെ ഒരു ഈ പ്രണയവും അയ്യപ്പൻ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അയ്യപ്പൻ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് എവിടെ നിന്നായിരിക്കും ഇങ്ങനെ ഒരു ധാരണ വരുന്നത്? ഞാൻ റിസർച്ച് ചെയ്യുന്ന അങ്ങേര് തന്നെ ചോദിക്കണം ഏത് റെക്കോർഡിലാണ് ഇതുള്ളത്, എവിടെ നിന്നാണ് എടുത്തത്, അതൊക്കെ നമ്മൾ ചോദിക്കണം. ഇവിടെ ചോദിക്കാൻ ആളില്ല, ഹിന്ദു മതത്തിൽ ചോദിക്കാനും ആളില്ല, പറഞ്ഞാൽ കേൾക്കാനും ആളില്ല. ഇതാണ് ഒരിത്, നമുക്ക് ലാക്ക് ഓഫ് കോർഡിനേഷൻ. അപ്പോൾ അതുകൊണ്ട് ഇതേമാതിരി ക്രിസ്ത്യൻ വന്ന് ഇത് പറയും. അവിടെയാണ് DMK പറയും. DMKയിൽ കരുണാനിധി എന്ന് അവൻ പറയും ഇത് മറ്റേ രാമർ ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു
ഉടനെ കൈ തട്ടാൻ ഒരുപാട് പേരുണ്ട്. വേണമെന്ന് ചോദിക്കുന്നത് രാമൻ ഏത് എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയറിംഗ് പഠിച്ചു എന്നാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളാണ്. അപ്പോൾ അവർ കരുണാനിധിയുടെ വിഗ്രഹത്തെ അവിടെ എരിച്ചു. എന്താണെന്ന് വെച്ചാൽ ഈ ആജിക്കാർ രാവൺ എന്ന് പറഞ്ഞ്, ആജിക്കാർ രാവൺ ഇന്നത്തെ രാവണൻ ഇങ്ങേര് തന്നെ എന്ന് പറഞ്ഞ് ഇതേമാതിരി ഇങ്ങേര് റിസർച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ളവർ അവർ ക്രിസ്ത്യൻ റിലിജനെ ഒന്ന് പ്രൊക്ലെയിം ചെയ്യുന്നത് അവരുടെ വിശ്വാസം അതാണ്. അവർ ഒൺലി യേശു അതിൽ നിന്നുള്ളത്. അപ്പോൾ മറ്റു മതത്തിൽ റിസർച്ച് ചെയ്ത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ കൺവേർഷൻ ഫോഴ്സസ് ഉണ്ട്, അതിന് പല ഫണ്ടിങ്ങും ഉണ്ട്. ഇപ്പോൾ കുറച്ച് ഇപ്പോൾ ഉണ്ട്. ക്രിസ്ത്യൻ ഇത് ചോദിച്ചാൽ പറയും ഞങ്ങൾ വന്ന് മറ്റേ സേവനം ചെയ്യുന്നതാണ്. മുമ്പെയൊക്കെയാണ് ഒറിജിനൽ സേവനം, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. ഇപ്പം അങ്ങനെയല്ല, സേവനത്തിന് ഫണ്ട വാങ്ങിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കുന്ന പോലെ പിടിച്ച് മറ്റേ തീവ്രവാദിക്ക്. അപ്പോൾ ഈ ഇതിൽ വന്ന് ഒരു അണ്ടർഗ്രൗണ്ട് ഇത് നടക്കുകയാണ്. ഹൗ ടു കൺവേർട്ട് ഇന്ത്യ ക്രിസ്ത്യൻ കൺട്രി ബൈ 2057. എന്തോന്ന് അതൊരു കണക്ക്. 47 സ്വതന്ത്രം കിട്ടി, എത്ര ആഡ് ചെയ്ത് 57. അതിന് മുമ്പ് ഞങ്ങൾ ക്രിസ്ത്യൻ കൺട്രിയാണ് മാറ്റുമെന്ന് പറയുക. ഇതൊക്കെ ഉള്ള അജണ്ട ഉണ്ട്. പിന്നെ അതിൻ്റെ പേരായിട്ട് പലരും ഇരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ അയ്യപ്പൻ ഇങ്ങനെ. അപ്പോൾ വന്ന് മതം മാറ്റത്തിന് അവർ തയ്യാറി. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് മാറാന്നുള്ള ഒരു അണ്ടർഗ്രൗണ്ട് വർക്കാണ്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു വെള്ളത്തിൽ കുരിശിടും, നിങ്ങളെ ശിവലിംഗം എടുത്തിട്ട് കഴിഞ്ഞാൽ ഏതാണ് ഉയർന്നു കിടക്കുന്നത് നോക്കിയിട്ടൊക്കെ പണ്ട് അങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ പറയുന്നത് കൊണ്ട് ഇപ്പോൾ ഈ നിലക്കൽ ഇഷ്യൂവിൽ ഞാൻ മറ്റേ നമ്മുടെ ചേങ്കോട്ട് കോണം സ്വാമിയും ചേർന്നതല്ലേ. അപ്പോൾ അവിടെ വന്ന് നിലക്കൽ കുരിശ ഇട്ടിട്ട് മാറ്റം വന്നപ്പോൾ ഇട്ടത് അത് നല്ല കാലം എന്തായി പോയി. ഒരു കോൺക്രീറ്റ് കുരിശയാണ് ഇപ്പോൾ ചാത്ത് വെച്ച് കല്ല വെച്ചിരുന്നാൽ അവർ ചിലപ്പോൾ ചർച്ച വന്നിരിക്കും. ചില മറ്റേ ഫോറൻസിക് പോകുമ്പോൾ ഇങ്ങനെ മറ്റേ ഇതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ആർക്കിയോളജിക്കല്ല ഇത് 2000 കൊല്ലത്തിന് മുമ്പ് കൊഴിച്ചിട്ട കല്ലിൽ നിന്ന് റിപ്പോർട്ട് വേണമെങ്കിൽ വാങ്ങും. കോൺക്രീറ്റിന് 2000 കൊല്ലത്തിന് മുമ്പ് വാങ്ങാൻ പറ്റില്ല. അതിലാണ് അവർ യാമാന്ന് പോയത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പോയി ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിലക്കൽ മഹാദേവ ക്ഷേത്രം ഫസ്റ്റ് ഞാനും ചെങ്കോട്ടുകുണ സ്വാമിയും ജനേട്ടൻ എന്നൊരു RSS 3 പേരുമാണ് പോയത്. പിന്നെ അത് മൊമെൻറ്റോ ആയി സ്വാമിയെ ചുറ്റി ഒരുപാട് പേരുന്നു. ഇതിലെല്ലാം അത്. അപ്പോൾ ഇതിൽ എന്തോന്ന് വെച്ചാൽ ഇവിടെ ക്രിസ്ത്യൻകാർ ഇങ്ങനെ മട്ടം തട്ടുക, അവിടെ വന്ന് DMK-കാരെ മട്ടം തട്ടുക. പിന്നെ ഇവിടെയാണെങ്കിൽ മാർക്സിസ്റ്റ്, അതായത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ്, അവർ ഹിന്ദു മതത്തെ ചവിട്ടി തേക്കുക. എൻ്റെ ഒരു പ്രോഗ്രാം നടത്തിയതാണ് ഇവിടെ വൈക്കത്ത്. അത് നടത്തിയത് അനിൽ ബിസ്വാസ്, യൂണിയൻ ചെയർമാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ രണ്ട് ദിവസത്തിൻ്റെ പ്രോഗ്രാം, ഒരു കല്യാണം. ഉടനെ ഫോൺ കോൾ വന്നു, ഇനി ആ സ്വാമിയുടെ പ്രോഗ്രാം എന്തിനാണ് നടത്തിയത്. അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കിയോണ്ട് ഇങ്ങനെ അത് ക്രിസ്ത്യൻ നടത്തി അത് അവർ ശീലിച്ചു പോയി. അതിനെ വിട്, മുസ്ലിംസ് അവർ ശീലിച്ചു പോയി, നീ ചെയ്യരുത് അങ്ങനെ എന്ന് പറയുന്നത് ഞാൻ കേട്ടോണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഹിന്ദു മതത്തെ അടിച്ചമർത്തുക, ഇത് ചെയ്യുക എന്നുള്ള ഒരു പല ടെക്നിക്ക് യൂസ് ചെയ്യുന്നതിൽ ഇത് റിസർച്ച്. അങ്ങനെ റിസർച്ചാണ് ഇതൊന്ന്. ചുമ്മാ നേരെ പറഞ്ഞ അയ്യപ്പൻ എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ശരിയാവില്ലേ. അപ്പോൾ റിസർച്ചിൻ്റെ പേര്. അപ്പോൾ റിസർച്ച് എവിടെ നിന്ന് എടുത്തു, ഏത് ഹിസ്റ്ററിയിലുണ്ട്. കേരള ഹിസ്റ്ററി നാഗമയ്യ ബുക്കിലുണ്ടാ, അതാണ് അതിൻ്റെ ശ്രീധരൻ നായരുടെ ഹിസ്റ്ററി ബുക്കിലുണ്ടാ. അങ്ങനെ ചോദിക്കണം, അങ്ങനെടുത്ത് സോൾസ് കാണിക്കണം. ചുമ്മാ ഇത് വന്ന് 5 കോടി പേര് ഇവിടെ വരികയാണ്. കേരളത്തിൻ്റെ ജനതയെക്കാട്ടിലും കൂടുതൽ ഇരട്ടി പേര് ഇവിടെ വരുന്ന അയ്യപ്പൻ്റെ വിശ്വാസത്തിന് ഊസിയെ കയറ്റരുത്. നിങ്ങൾ ജീസസ് ക്രൈസ്റ്റ് ഇങ്ങനെ മുസ്ലിംസ് ചോദിക്കുന്നുണ്ട്, അങ്ങേര് സ്വയം ഒന്ന് രക്ഷിക്കാൻ പറ്റാത്ത ആൾ നിങ്ങളെങ്ങനെ രക്ഷിക്കും? ഇത് ഞാൻ ചോദിക്കുന്നില്ല, മുസ്ലിംസ് ചോദിക്കുന്നതാണ്. ഇത് ഇവിടെ ഈ ജീസസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ കുരിശിൽ ദേവനെ എന്നെ എന്തുകൊണ്ട് കൈവിട്ടു എന്ന് പറഞ്ഞിട്ട് വിളിച്ച ആളാണ്. അപ്പോൾ അങ്ങേര് ദേവനെ നിങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്തും? ഈ ഇസ്രയേൽ ജനത്തെ ജ്യൂസ് രക്ഷപ്പെടാൻ വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ കേരളത്തിലുള്ള ആൾക്കളെയും ഇതൊക്കെ എങ്ങനെ ചെയ്യും? ഇതൊക്കെ എന്തെന്ന് വെച്ചാൽ ഈ ക്രിസ്തുമത ചേതനം എന്ന് പറഞ്ഞ് ചട്ടമ്പി സ്വാമി എഴുതിയ ബുക്കുണ്ട്. ഇപ്പോൾ ചട്ടമ്പി സ്വാമി ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മേലെ കേസ് ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങേര് സോ എന്തെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഇത് ആർഗ്യുമെൻറ്റ്. നമ്മൾ ഇതൊക്കെ റിസർച്ച് എന്നുള്ള പേരിൽ അവരുടെ മതത്തെ പുണ്യപ്പെടുത്താനുള്ള വേലകളിൽ ഈടുപെടുന്നത് തന്ത്രമാണ്. തന്ത്രം തന്നെ. അതിൽ എനിക്കൊരു സംശയം, ഇപ്പം പലപ്പോഴും നമ്മൾ ഹിന്ദുക്കൾ മറ്റൊരു മതത്തിലുള്ള ഒരാൾ നമ്മളെ മതത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു അഭിമാന ബോധമൊക്കെ വരാറുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഒപ്പം ഇദ്ദേഹം പോലീസിലായിരുന്ന സമയത്ത്, ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത് പല കേസുകളും തെളിയിക്കാനായി പ്രേതങ്ങളെ വിളിച്ചു വരുന്നു, ആത്മാക്കളെ വിളിച്ചു വരുത്തിയെന്നും അത് ഒടുവിൽ അത് പിന്നെ പ്രതികളെ കണ്ടെത്തിയെന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുള്ളിക്ക് പ്രതികളെ കണ്ടെത്താനുള്ള സോഴ്സ് കിട്ടിയെന്നൊക്കെയാണ് പുള്ളി പലപ്പോഴും വീഡിയോയിലൊന്ന് പറയാറുള്ളത്. അപ്പം ഇതിലൊക്കെ എത്രത്തോളം അപ്പം ആത്മാവ് ഈ സങ്കല്പങ്ങൾ
പിന്നെ ദൈവങ്ങൾ ഒക്കെ കൂടുതൽ ഹിന്ദു മതത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്വാമിജി എങ്ങനെ ഇത്? ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞത് ചുമ്മാ ഇപ്പം ഞാൻ അവിടെ വന്ന് അതോ അവിടെ 2 ഭൂതം നിന്നു ഇങ്ങനെയൊക്കെ പറയാൻ ഈസിയാണ്. ഇപ്പം അങ്ങനെയല്ല, ക്രില്ലിയൻ ക്യാമറ വന്നിട്ടുണ്ട്. ക്രില്ലിയൻ ക്യാമറ വന്നിട്ടുണ്ട്. അത് വെച്ച് ഭൂതം ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. പ്രേതമുണ്ടെങ്കിൽ അത് പടം പിടിച്ച് കാണിക്കും. അല്ലെങ്കിൽ ഈവൻ ഇൻഫ്രാറെഡ് സെല്ലിലിരുന്നാലും പടം പിടിക്കും. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് പിടിക്കുമ്പം കാണാം പ്രേതം ഉണ്ടെന്ന് ഇപ്പോൾ പലരും കാണിക്കും. ഇത് ചുമ്മാ എവിഡൻസ് ബേസ്ഡ് റിസർച്ച് ആയിരിക്കണം. ഇതൊക്കെ എവിഡൻസ് ഇല്ലാതെ റിസർച്ച്, ചുമ്മാ റിസർച്ചിൻ്റെ പേരിൽ ചുമ്മാ എന്തെങ്കിലും പറയരുത്. ഞാൻ വിശ്വാസനെ വെച്ച് അതാ കണ്ടുപിടിച്ചു, അത് അങ്ങനെ കണ്ടുപിടിച്ച ശേഷം ഞാൻ ഇങ്ങനെയാണ് കണ്ടുപിടിച്ചെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും? തെളിയിക്കാൻ പറ്റാത്ത കേസുകളൊക്കെ വന്ന് ഇത് പബ്ലിക്ക് മനസ്സെ കൺഫ്യൂസ് ചെയ്യുന്ന മാതിരി, സൈക്കോളജിയെ കൺഫ്യൂസ് ചെയ്യുന്ന മാതിരി മതത്തെ വളർത്തുക എന്നും പാടില്ലെന്നിരിക്കുകയാണ്. സിദ്ധികൾ കാണിച്ച് ഇങ്ങനെയൊക്കെ ടു പെർസ്യുവേഷൻ. നിങ്ങൾക്ക് മതം കൺവേർഷൻ റൈറ്റ് ഉണ്ട്, എല്ലാവർക്കും റൈറ്റ് ഉണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ബോധിപ്പിക്കുക, അത് ഒന്ന് പെർസ്യുവേറ്റ് ചെയ്തത് ചെയ്യണം. ഇല്ല ഞാൻ അതെ കണ്ട് ഇതൊക്കെ കണ്ട് ഇവിടെ അൾട്ടിമേറ്റ് എയിം കൺവേർഷൻ. ഇതാണ് എൻ്റെ അഭിപ്രായം. ഇത് എൻ്റെ അഭിപ്രായം പറയാൻ ആരുടെ ചോദിക്കട്ടെ, എൻ്റെ ഒരു എക്സ്പ്രഷൻ അതിൽ ഇതാണ് ഞാൻ അങ്ങേരെ കാണുന്നത്. അങ്ങേര് പിന്നെ ഒരുപാട് സമയം വെച്ച് അത് പഠിച്ച് പണ്ഡിതനാണ് എന്നുള്ള ഷോയൊക്കെ കാണിച്ച് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്. അതിൽ റിസർച്ച് ചെയ്യുന്നവർ നല്ല അഗ്രികൾച്ചർ റിസർച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് ട്രേഡ് അങ്ങനെ ജനങ്ങൾക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റ് റിസർച്ച് ചെയ്താൽ ഇനിയും നല്ലതായിരിക്കും. കാര്യം ഈ ഹിന്ദു സമൂഹത്തിലൊരു റിസർച്ചിൻ്റെ ആവശ്യകതയുണ്ടോ? ഹിന്ദു മതങ്ങൾക്ക് എന്ന് വെച്ചാൽ റിസർച്ച് R&D എല്ലാത്തിനും വേണ്ടതാണ്. ഞാൻ റിസർച്ച് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ഒരു റിസർച്ചാണ്. എൻ്റെ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ അതന്നെ പറഞ്ഞ് ഇവിടെ നമ്മുടെ കൊടുങ്ങല്ലൂർ മറ്റേ ക്ഷേത്രത്തിൽ എന്തെന്ന് പറഞ്ഞ് നമ്മുടെ ഒരു 63 നായന്മാരിൽ ഒരു ഇതായിട്ട് 2 രാജാക്കളുണ്ട്. ഒന്ന് ചേരമാൻ പെരുമാൾ രാജാവ്, അങ്ങേര് സിദ്ധനായിരുന്നു. അങ്ങേര് വന്ന് ഒരുപാട് ബുക്കുകളൊക്കെ എഴുതി വെച്ചിട്ട് തമിഴിൽ. എന്നിട്ട് എന്ന് വെച്ചാൽ അങ്ങേര് മുസ്ലിമാ അറിയുന്ന ഒരു സ്റ്റോറി ഉണ്ടാക്കി. ഇതേമാതിരി 1650 മക്കയിലേക്ക് പോകുന്ന എങ്ങനെ അതാണ്. അതിൽ എനിക്ക് ഒരു അപ്രിസിയേഷൻ കിട്ടി. ഇവർ അവിടെ മറ്റേ ഇതൊക്കെ യൂട്യൂബ് ഇട്ടിട്ടുണ്ട്. ഞാൻ താഴെ പോയി 630 മരിച്ച നബിയെ 840 കാണാതെ പോയ ചേരമാൻ പെരുമാൾ എങ്ങനെയാണ് പോയി കണ്ടതെന്നാണ് ചിത്തത്. അപ്പോൾ എനിക്ക് അപ്രിസിയേഷൻ വന്നിട്ട് ഒരുപാട് വ്യൂസൊക്കെ പോയി. എന്നത് നബി മരിച്ചത് 630. ഇവർ ഇങ്ങനെ കാണാതെ പോയി 840 കൈലാസ് പോയതാണ്. കൈലാസിൽ പോയി അവിടെ നിന്ന് പാട്ട് എഴുതി അയച്ചതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കണ്ട് നബി കണ്ട് ഇങ്ങനെ മുസ്ലിമായി കേരളത്തെ അത്രയും ഇങ്ങനെ മുസ്ലിമാക്കാൻ വന്ന് പറഞ്ഞ വഴിയിൽ സലാലായാലും ഇത് മരിച്ചുപോയി. ഇതൊക്കെ സ്റ്റോറിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി എന്ന് വെച്ചാൽ അവർ സ്റ്റോറി ഉണ്ടാക്കിയത് 1650 ഒരാൾ ഉണ്ടാക്കിയതാണ്. അങ്ങേര് സ്റ്റോറി ഉണ്ടാക്കി ഹിസ്റ്ററി എടുത്ത് നോക്കാൻ മറന്നുപോയി. നബി മരിച്ചത് 630, ഇങ്ങനെ 840. ഞാൻ അവിടെ പോസ്റ്റിങ് ചെയ്തു, അപ്രീസിയേഷൻ ഒരുപാട് വന്നു. അപ്പോൾ അവർ എങ്ങനെയാണ് മാച്ചാവും ഇങ്ങനെ കണ്ടത്, എങ്ങനെ കണ്ടത് സെയിം പീരീഡ് അല്ല. അപ്പോൾ ഈ സ്റ്റോറി പോയി. ഫസ്റ്റ് മാസ്ക് അതില്ല. മാലിക് ദിനാറാണ് വന്ന് 640 ഇവിടെയും തമിഴ്നാട്ടിൽ നാഗപട്ടണത്തിലൊക്കെ ഉണ്ട്. അതാണ് ഫസ്റ്റ് മാർക്ക്. ഇത് ഈ കൺവേർഷൻ ഈ ചേരമാൻ പെരുമാളിൻ്റെ കൊട്ടാരത്തെ മെഡിറ്റേഷന് വേണ്ടി ഇവർ പ്രെയറിന് വേണ്ടി വാടകയ്ക്ക് എടുത്ത വിലയ്ക്ക് വെച്ചാൽ എന്ത് ചെയ്യുന്ന അറിഞ്ഞൂടാ. 1150 ഇവിടെ ട്രേഡിന് വന്നവർ ചെയ്തതാണ്. അത് ഇത് മതസൗഹാർദ്ദം. ഇത് മതസൗഹാർദ്ദം ഇല്ലല്ല, മതസൗഹാർദ്ദമല്ല, മതദ്രോഹമല്ല. ഇത് മറ്റേ ബാബർ മസ്ജിദ് അതിന് മുമ്പുള്ള ഫസ്റ്റ് ഇതാണ്. പിന്നെ ഇതാണ് നടന്നത്. 1150 വന്ന് ഇവരാണ് ഫസ്റ്റ് എൻക്രോച്ച്മെൻറ്റ്. കേരളത്താണ് ഹിന്ദു, അത് റായൽ ടെമ്പിൾ, അതിൻ്റെ പേര് അരസാളി ടെമ്പിൾ. രാജാവ് പൂജ ചെയ്ത ക്ഷേത്രം അരസാളി ഒരു മന്ദിറാണത്. അപ്പോൾ അങ്ങേര് മരിച്ചപ്പോൾ ഇവർ അത് ഇപ്പോൾ അവരുടെ വാളുണ്ട്, വിളക്കുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഒരുക്കുകയാണ്. അപ്പോൾ ഇതിന് ഇസ്ലാമിലുള്ളവർ ഈ ഹിന്ദു ട്രഡീഷനെ അവരിങ്ങനെ ഉള്ള സ്ഥലത്ത് ചെയ്യാൻ പാടില്ലെന്ന് വരെ ഉണ്ട്. ഇപ്പോൾ അതാണ് മതസൗഹാർദ്ദം. ഇതാണ് ഫസ്റ്റ് എൻക്രോച്ച്ഡ് ഇൻ ഇന്ത്യ. ബാബർ പിന്നെയാണ് വന്നത്. ഒപ്പം ഞാൻ ഈ പറഞ്ഞ അലക്സാണ്ടർ ജേക്കബ് സാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരം ഗിമിക്കുകൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അത് തേടി പോയ കൺവേർഷൻ. ഇവർക്ക് ഫണ്ട് ചെയ്യുന്നതാര്, ഫണ്ടിങ് ഏജൻസി വരുന്നുണ്ടോ എന്ന് നോക്കണം. എന്നുവെച്ചാൽ ഇതിനൊക്കെ ഫണ്ട് വരുന്നുണ്ട്. ഈ പുറത്തുനിന്ന് വരുന്ന ഫണ്ട് തന്നെ വന്നാൽ ഞങ്ങൾ സേവനം ഇപ്പം പ്രധാനപ്പെട്ട കേരളത്തിലെ പല ചാനലുകളിലും ഇദ്ദേഹം പോയി ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഇദ്ദേഹം പറയുന്നത് ഹിന്ദു ദൈവങ്ങൾ നല്ലതാണെന്നും അല്ലെങ്കിൽ അത്രയും ആരാധന നല്ലതാണ് ആദ്യം പറഞ്ഞിട്ട് പിന്നെ അയ്യപ്പൻ വേലക്കാരനാണ്, അവനെ അടിച്ചു വരട്ടിയതാണ്. ഇതൊക്കെയാണ് പിശാച് അങ്ങനെയാണ് ഇങ്ങനെ.
ഇത് ഇവരുടെ മോട്ടീവ് ഞാനും നോക്കിക്കൊണ്ട് ഇതിൻ്റെ മോട്ടീവ് വന്ന് കൺവേർഷൻ മോട്ടീവാണ്. അതിൻ്റെ ഒരു മേ ബി എ കൺവേർഷൻ ഏജൻറ്റ് ഇങ്ങനെ ഫണ്ട് എവിടെ നിന്ന് വരുന്നത് അത് വരുന്നത്. ഇപ്പം നമ്മൾ യുക്തിവാദി സംഘം, ഇപ്പം എനിക്ക് നിങ്ങൾ വന്ന് എനിക്ക് ഒരു മേടയിട്ട് തന്ന് ഒരു പ്രസംഗം ചെയ്യണമെങ്കിൽ കുറഞ്ഞ 25,000 രൂപ ചിലവ് ചെയ്യണമോ വേണ്ടേ? വേണം. അപ്പോൾ ആ ഫണ്ട് അതിന് നിങ്ങൾ ചെയ്യുമെന്ന് പറയാം. ഈ യുക്തിവാദികൾക്ക് 50,000 ചിലവ് ചെയ്ത് ഫണ്ട് ഇടുന്നത് അതും ക്രിസ്ത്യൻ പോളിസസ് തന്നെ, കൺവേർഷൻ പോളിസസ് തന്നെ. അല്ല, പണം എവിടെ നിന്ന് വരും? അതായത് ഹിന്ദുക്കളെ ഇങ്ങനെ ചവിട്ടിന് തേക്കണം. അപ്പോൾ യുക്തിവാദിയും മെയിനായിട്ട് ഹിന്ദുക്കളെ തന്നെ ചെയ്യുന്നത്. ക്രിസ്ത്യൻ ചെയ്യുമ്പോൾ കൂടുതൽ പറയില്ല. കൂടുതൽ പറഞ്ഞു വെച്ചാൽ കൂടുതൽ പറഞ്ഞാൽ പിന്നെ കയ്യെ കാണില്ല, കാല വെട്ടിക്കൊണ്ട് പോകും. ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പേടിച്ച് അത് പറയില്ല. ഹിന്ദുക്കൾ എന്ന് ചിരിക്കുന്ന മെജോറിറ്റി ഇത് ഹിന്ദുക്കൾ തന്നെ, യുക്തിവാദം പറയുന്ന ആളുകളും ഹിന്ദുക്കൾ തന്നെ. അപ്പം ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ നമ്മൾ ഹിന്ദുക്കൾ എന്താണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്? നമ്മൾ എങ്ങനെയാണ് ആ വീഡിയോകളെ കാണേണ്ടത്? വീഡിയോ കാണുന്നത് ഓഹോ ഇങ്ങനെ മറ്റേ മതത്തെ ഇത് ഇങ്ങനെ ഇൻഡയറക്റ്റാണ് ചെയ്യുന്നവിടെ ജീസസ് ഈസ് ഗ്രേറ്റ് പ്ലീസ് കൺവേർട്ട്, മനം തരുമ്പോൾ ജീസസ് ഓൺലി വേ ഓൺലി ലൈഫ്, നിങ്ങൾ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരണമെന്ന് നേരെ പറഞ്ഞാൽ മതിയായിരുന്നു.